ഇനി മധ്യ കേരളത്തിലെ പ്രധാനപ്പെട്ട വിശേഷങ്ങളിലേക്ക് ഒന്ന് പോകണം. ബിനോയ് വിശ്വം ഇന്നലെ ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നതിന് ശേഷം മാധ്യമങ്ങളെ കണ്ടിരുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾ. ഈ പ്രതീക്ഷിക്കുന്നവരെല്ലാം ഒരു പ്രത്യേക രാഷ്ട്രീയത്തിന്റെ കാഴ്ചയുള്ളവരാണ്. ആ കണ്ണടയാണ് അവരുടെ കാഴ്ചയ്ക്ക് അടിസ്ഥാനം. ആ കാഴ്ച ശരിയാക്കണമെന്നില്ല. വേറൊരു കണ്ണടയും കാഴ്ചയുമുണ്ട്. ആ കാഴ്ച ആ കണ്ണട ജനങ്ങളുടെ കണ്ണടയാണ്. ഞങ്ങൾക്ക് ആശ്രയം ആ കണ്ണടയാണ്. ജനങ്ങളെ ആശ്രയിച്ചുകൊണ്ട് ആ കണ്ണുകളെ കണ്ടുകൊണ്ട് ഞങ്ങൾ പറയുന്നു, ഞങ്ങൾക്ക് LDF ഇപ്പോഴും പൂർണ്ണമായ ശുഭപ്രതീക്ഷയുണ്ട്. അതുകൊണ്ട് ഈ എക്സിറ്റ് പോളിന്റെ കഥ പറഞ്ഞുകൊണ്ട്, ഈ കഥ പണ്ടും പറഞ്ഞതാണ്, അല്ല ഇത്ര വലുതല്ല, പക്ഷെ കഥകളാണിതല്ല. എപ്പോഴും ആര് കാണുന്നു, ആർക്ക് വേണ്ടി കാണുന്നു, കാണാൻ വേണ്ടി വെച്ച കണ്ണട ഏതാണ്, അത് നോക്കിയാൽ ഉത്തരവുണ്ട്. എല്ലാവർക്കും അത് ഉത്തരവുണ്ട്. അതുകൊണ്ട് പറയുന്നു, ഞങ്ങൾ നോക്കുന്നത് വേറെ കണ്ണട കൊണ്ടാണ്. ആകാനാകില്ലല്ലോ, ആർക്കും പറ്റില്ല. എക്സിറ്റ് പോൾ മാത്രമാണ്, അവസാന വാക്കല്ല. എക്സിറ്റ് പോൾ ഫലങ്ങളെ അങ്ങനെ തള്ളുകയാണ് ഇടതുമുന്നണിയിലെ പ്രധാന ഘടകകക്ഷിയായ CPI എന്ന് വേണം കണക്കാക്കാൻ. നമുക്ക് ഡാനി പോളിലേക്ക് കൂടി ഒന്ന് പോകണം. ഡാനി മധ്യ കേരളത്തിലെ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. ഡാനി, മധ്യ കേരളത്തിൽ കോട്ടയം, ഇടുക്കി, ഒപ്പം എറണാകുളം അടക്കമുള്ള മണ്ഡലങ്ങളിൽ നമുക്കറിയാം UDF ശക്തി കേന്ദ്രങ്ങൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന സ്ഥലങ്ങളിൽ ഇത്തവണ കുറച്ചുകൂടി കരുത്ത് തെളിയിക്കുന്നു. നമ്മുടെ വോട്ട് വൈബിൻ്റെ എക്സിറ്റ് പോളിലൊക്കെ ഏതാണ്ട് സമാസമം എന്ന് പറയുമ്പോഴും പല കേന്ദ്രങ്ങളിലും കടന്നു കയറാൻ UDFന് സാധിക്കുന്നു എന്നത് പ്രധാനമാണ്. അതിൽ ഏറ്റവും നിർണായകം ഈ ക്രിസ്ത്യൻ വോട്ടുകളുടെ ഒരു കൺസോൾട്ടേഷൻ ഈ മേഖലയിൽ കാര്യമായി UDFന് അനുകൂലമായി. ഏതാണ്ട് 54% ക്രിസ്ത്യൻ വോട്ടുകൾ പ്രവചിക്കുന്നത് UDFനാകും എന്നുള്ളതാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു നേട്ടമാണ്. കൈവിട്ടുപോയി, മാണി ഗ്രൂപ്പൊക്കെ പോയതിനു ശേഷം കൈവിട്ടുപോയി എന്ന് കരുതുന്ന ക്രിസ്ത്യൻ വോട്ടുകൾ വളരെ കൃത്യമായി UDFന് പോൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് വലിയ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന ഒരു ഘടകമാണ്. രഞ്ജിത്ത്, UDF ഏറ്റവും കൂടുതൽ പ്രതീക്ഷ അർപ്പിക്കുന്നത് മധ്യ കേരളത്തിലാണ്. കാരണം എല്ലാ കാലവും UDFനെ കെട്ടുറപ്പോടെ നിർത്തിയിട്ടുള്ള ഒരു ഇടം എന്നെല്ലാം തന്നെ വിശേഷിപ്പിക്കാവുന്ന ഈ മധ്യ കേരളത്തിലെ ജില്ലകൾ തന്നെയാണ്. അവിടെ നിന്ന് കൂടുതൽ വോട്ടുകൾ സമാഹരിക്കുക, കൂടുതൽ സീറ്റുകൾ സമാഹരിക്കുക, അങ്ങനെ ഭരണം ഉറപ്പാക്കുക എന്നതെല്ലാം തന്നെയാണ്. പല കഴിഞ്ഞ കുറച്ച് നാളുകളായി അങ്ങനെ ഈ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ക്രിസ്ത്യൻ വോട്ടുകളുടെ അതൊരു കൃത്യമായ ഒരു ഏകീകരണത്തിന് സാധിച്ചോ എന്നതെല്ലാം തന്നെ വലിയ ചോദ്യങ്ങളായിട്ട് നിലകൊണ്ടിരുന്നു. ഏതായാലും ഇക്കുറി അതിന് സാധ്യമാകുന്നു, അങ്ങനെ സാധ്യമായിട്ടുണ്ട് എന്നതാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വിലയിരുത്തപ്പെടുന്നത്. വലിയ രീതിയിലുള്ള ഒരു വോട്ട് ഉറപ്പാക്കാൻ, സീറ്റ് ഉറപ്പാക്കാനായിട്ട് UDFന് മധ്യ കേരളത്തിൽ കഴിഞ്ഞിട്ടുണ്ട് എന്ന രീതിയിലുള്ള ഒരു പൊതുവിലയിരുത്തലാണ് വരുന്നത്. ഏതാണ്ട് 53ഓളം സീറ്റുകളാണ് ഈ മധ്യ കേരളത്തിലായിട്ട് പൊതുവിൽ ഉള്ളത്. ഈ സീറ്റുകളിൽ വലിയ രീതിയിലേക്ക് മുന്നേറ്റം നടത്താനായിട്ട് UDFന് കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് പൊതുവിൽ കണക്കാക്കപ്പെടുന്നത്. എറണാകുളം ജില്ലയിലേക്ക് വരികയാണെങ്കിൽ 14 സീറ്റുകളുള്ളിടത്ത് അതിൽ ഏതാണ്ട് 12ഓളം സീറ്റുകളിൽ UDFന് മികച്ച വിജയം നേടാൻ കൈവരുമെന്നാണ് ഈ വിവിധ എക്സിറ്റ് പോൾ ഫലങ്ങളടക്കം ചൂണ്ടിക്കാണിച്ച് പറയുമ്പോൾ പരിശോധിക്കപ്പെടുന്നത്. കാരണം നല്ല രീതിയിലുള്ളൊരു വിജയത്തിലേക്ക് വരാനായിട്ട് UDFന് കഴിയുന്നു. കഴിഞ്ഞ തവണ 9 സീറ്റുകളായിരുന്നു എറണാകുളം ജില്ലയിൽ നിന്നുണ്ടായിരുന്നെങ്കിൽ അത് 12 സീറ്റ് വരെ എത്താം എന്ന രീതിയിലേക്ക് വരുന്നു. നേരത്തെ പ്രതിപക്ഷ നേതാവ് അടക്കം പറഞ്ഞത് ക്ലീൻ സ്വീപ്പാണ് എറണാകുളം എന്നതാണ്. ഏതായാലും 12 സീറ്റ് വരെ എക്സിറ്റ് പോൾ പ്രവചിക്കുന്നു. ആ രീതിയിലുള്ളൊരു മികവാർന്ന വിജയത്തിലേക്ക് പോകും എന്നതെല്ലാം തന്നെ പറയുമ്പോൾ എടുത്തു പറയേണ്ടത് കളമശ്ശേരിയിൽ മന്ത്രി P രാജീവിൻ്റെ മണ്ഡലത്തിൽ ഏതാണ്ട് എല്ലാ എക്സിറ്റ് പോൾ ചൂണ്ടിക്കാണിക്കുന്നത് അവിടെ ഇഞ്ചോടിഞ്ച മത്സരം നടക്കുന്നു എന്ന രീതിയിൽ തന്നെയാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. കാരണം അതിശക്തമായ ഒരു മത്സരം അവിടെ നടക്കുന്നു എന്ന് പറയുന്നു. താരതമ്യേന തുടക്കത്തിൽ തന്നെ വളരെ ദുർബലമായ ഒരു എതിരാളി എന്നതെല്ലാം തന്നെ ഒരു വിലയിരുത്തലിലേക്ക് CPM UDFൻ്റെ ആ രീതിയിലെല്ലാം തന്നെ കണ്ടാണ് മുന്നോട്ട് പോയത്. പക്ഷേ മത്സരത്തിൻ്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് വന്നപ്പോൾ ശക്തമായ മത്സരം നടക്കുന്നൊരു പ്രതീതി പുറമെ നമ്മൾ ഇത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ പോലും ആ ഘട്ടത്തിലെല്ലാം തന്നെ തോന്നിയിരുന്നു. ഇപ്പോൾ എക്സിറ്റ് പോൾ ഫലങ്ങൾ കൂടി അത് ചൂണ്ടിക്കാണിക്കുന്നു. എറണാകുളം ജില്ലയിൽ അതിശക്തമായ മത്സരം നടക്കുന്നൊരിടമായിട്ട് പ്രവചനാതീതമായ രീതിയിലേക്കെല്ലാമാണ് കാര്യങ്ങൾ പോകുന്നൊരു
മണ്ഡലമായിട്ട് കളമശ്ശേരി മാറിയിട്ടുണ്ട് എന്നത് പറയുമ്പോൾ ആ മത്സരത്തിൻ്റെ ഒരു കാഠിന്യം എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. മറ്റ് ഇടങ്ങൾ തന്നെ ഈ കൊച്ചിയിലും അതോടൊപ്പം തന്നെ വൈപ്പിനും ഇതെല്ലാം തന്നെ വലിയ രീതിയിൽ മുന്നേറ്റമുണ്ടാക്കാനായിട്ട് UDF കഴിയുന്നു എന്ന രീതിയിൽ തന്നെയാണ് സൂചനകൾ വരുന്നത്. അപ്പോൾ ഇതെല്ലാം തന്നെ സൂചിപ്പിക്കുന്ന മധ്യ കേരളത്തിൽ പൊതുവിലുള്ള ഒരു ട്രെൻഡ് UDF അനുകൂലമാകുന്നു എന്ന സൂചനകൾ തന്നെയാണ് വരുന്നത്. എന്നാൽ അതേസമയം തൃശ്ശൂർ എടുത്ത് പരിശോധിക്കുമ്പോൾ തൃശ്ശൂരിൽ മികച്ച ഒരു നേട്ടം ഇടതുമുന്നണിക്ക് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം തന്നെ ഉണ്ടായിട്ടുണ്ട്. അവിടെ വലിയ രീതിയിലേക്ക് കടന്നു കയറാനായിട്ട് UDF ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ ആ രീതിയിലേക്ക് ഒരു മിടുക്ക പറയാനായിട്ട് കഴിയുന്നില്ല. എങ്കിൽ കൂടിയും അവിടെ ഒരു 4 സീറ്റ് വരെ നേടാം എന്നതാണ്. 4 സീറ്റ് ഒരു സീറ്റാണ് കഴിഞ്ഞുകൊണ്ട് UDF ഉണ്ടായിരുന്നെങ്കിൽ അത് 4 സീറ്റ് വരെ ആകാമെന്ന രീതിയിലേക്ക് പോകുമ്പോൾ മധ്യ കേരളത്തിൽ NDAക്ക് പ്രവചിക്കപ്പെടുന്ന ഒരു സീറ്റാണ്. ആ സീറ്റ് ഒരുപക്ഷെ തൃശ്ശൂരിൽ നിന്നാകാം എന്ന രീതിയിലെല്ലാം തന്നെ ഒരു വിലയിരുത്തലുകളുണ്ട്. നല്ല രീതിയിൽ NDA ഒരു വർക്ക് ചെയ്യപ്പെട്ട ഒരിടം കൂടിയാണ് തൃശ്ശൂർ എന്നെല്ലാം പറയുന്നത്. അപ്പോൾ അവിടെ ആ രീതിയിലൊരു സാധ്യത പൊതുവിൽ കാണുന്നുണ്ട്. അങ്ങനെ ഈ മധ്യ കേരളത്തിൻ്റെ പൊതുവിൽ രാഷ്ട്രീയ മുന്നണികളുടെ ഒരു പ്രതീക്ഷാ ചിത്രം ഈ രീതിയിലുള്ളതാണ്. ഏതായാലും ഇതിൽ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ക്രിസ്ത്യൻ വോട്ടുകളുടെ ഒരു ഏകീകരണം UDF ഒരു അപ്രമാദിത്വത്തിലേക്ക് മധ്യ കേരളത്തിൽ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ വിലയിരുത്തുമ്പോൾ അവിടെ NDAയിലേക്ക് വന്ന ഒരു പുതിയ ഒരു ഘടകകക്ഷി എന്നതെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് 2020-യുടെ ആ ഒരു നിലപാടുകൾ നേരത്തെ എറണാകുളം ജില്ലയിൽ ഒറ്റയ്ക്ക് മത്സരിച്ചപ്പോൾ വലിയ രീതിയിൽ അവർക്ക് ശക്തിയെല്ലാം തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ അത് ഈ ക്രിസ്ത്യൻ വോട്ടുകൾ അതൊരു പുനരേകീകരണം നടന്നപ്പോൾ ഈ NDAയിലേക്ക് മാറിയ 2020യുടെ നിലപാടുകൾ അത് ഇവരെ സ്വാധീനിച്ചിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇനി പരിശോധിക്കപ്പെടേണ്ടതാണ്. ഏതായാലും ഇതെല്ലാ ചേരുവകളും ചേർത്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ മധ്യ കേരളത്തിൽ വലിയ രീതിയിലുള്ള ഒരു അപ്രമാദിത്വം തന്നെയാണ് UDF എക്സിറ്റ് പോളുകൾ നൽകുന്നത്. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. മധ്യ കേരളത്തിൽ പ്രത്യേകിച്ചും ക്രിസ്ത്യൻ ഭൂരിപക്ഷ മേഖലകളിൽ ഒരു എഡ്ജ് UDF പ്രതീക്ഷിക്കുന്നുണ്ട്. അതാണ് അവർക്ക് ഭരണം ലഭിക്കുകയാണെങ്കിൽ പ്രധാന ഘടകമാകുക എന്നുള്ള വിലയിരുത്തൽ നേരത്തെ മുതൽ തന്നെ ഉണ്ടായിരുന്നു. ഒപ്പം വടക്കൻ കേരളത്തിലെ പ്രത്യേകിച്ച് കാസർഗോഡ്, കണ്ണൂർ മേഖലകളിലേക്കൊക്കെ പോയാൽ അവിടെയും ഒരു ഏകീകരണം, ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം UDF അനുകൂലമായി ഉണ്ട് എന്ന് നമ്മുടെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പ്രവചിക്കുന്നുണ്ട്. അതിൽ മുസ്ലിം വിഭാഗത്തിൽ 50% മുകളിൽ വോട്ടുകൾ ലഭിച്ചത് UDF എന്ന് വളരെ കൃത്യമായി തന്നെ 54.2% വോട്ടുകൾ UDF LDF കേവലം 34.2% വോട്ടുകൾ മാത്രമാണ് ലഭിച്ചത്. നമുക്കറിയാം, പലപ്പോഴും കേരളത്തിലെ വിജയം നിർണ്ണയിക്കുന്നതിൽ പ്രധാന ഘടകമാകുന്നത് ഈ ന്യൂനപക്ഷ വോട്ടുകൾ തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ചും വടക്കൻ കേരളത്തിൽ കാസർഗോഡും കണ്ണൂരും കോഴിക്കോടും അടക്കമുള്ള മേഖലകളിൽ അത് അതിനിർണായകമാണ്. അവിടെയൊന്നും കടന്നു കയറാൻ സാധിക്കാതിരുന്ന UDF ഇത്തവണ കടന്നു കയറുന്നു വിവിധ മേഖലകളിൽ എന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ വ്യക്തമാക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.